പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. കുടുംബത്തിന്റെ ആ സ്നേഹമാണ് പകർന്നേക്കിയത്. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് വനിതാദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് ജയ്. പ്രിയപ്പെട്ട പ്രൈഡിന്റെ മെമ്പർമാരെ, ലീഡേഴ്സ്, നമ്മൾ ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ പ്രിയങ്കരനായ കൽപ്പറ്റയുടെ വികസന നായകൻ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് സർ അവர்கள் എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ യോഗം പ്രത്യേകിച്ച് പ്രൈഡ് സൊസൈറ്റിയുടെ മെമ്പർമാരുടെ ഒരു യോഗമാണ് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചിരുന്നത്. കോഴിക്കോട് വെച്ച് വീക്ഷണം പത്രത്തിൻ്റെ മികച്ച സഹകരണ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കൈപ്പറ്റുന്ന വേദി പിന്നിട്ടതിന് ശേഷം നമ്മുടെ കോഴിക്കോട് വെച്ച് നടന്ന മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മീറ്റിങ്ങുകൾ സോണൽ ഏരിയകളിൽ വെച്ച് നടത്തണമെന്ന് തീരുമാനമെടുത്തത്. അത് എടുത്തപ്പോൾ തന്നെ ചൂരൽമലയിൽ നമുക്കുണ്ടായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നഷ്ടപ്പെട്ടു പോയ നിരവധി മെമ്പർമാരുകൾ, അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടം സംഭവിച്ച ആളുകൾ, അപ്പോൾ അവർക്കുള്ള ധനസഹായം നമ്മൾ അവിടെ വെച്ച് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത്തരം ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഈ ഒരു ചടങ്ങിൽ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അധ്യക്ഷൻ, പ്രിയ സ്നേഹിതൻ, സഹോദരൻ, ദീർഘകാലമായി ബന്ധമുള്ള പ്രൈഡ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായിട്ടുള്ള ശ്രീ ശൈലേഷ് സി നായർ, പ്രിയപ്പെട്ട ശ്രീ ഉണ്ണികൃഷ്ണൻ, സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കൾ, ആദ്യം തന്നെ ഈ മീറ്റിങ്ങിൻ്റെ ഒരു സവിശേഷത, മാർച്ച് 8 ലോക വനിതാ ദിനം. ആ വനിതാ ദിനത്തിൽ പ്രൈഡ് സൊസൈറ്റിയുടെ പരിപാടിയിൽ വനിതകളാണ് ഏറ്റവും പ്രാഗൽഭ്യത്തോടുകൂടി എത്തിയത്. അതിന് നിങ്ങളെയൊക്കെ അഭിമാനത്തോടുകൂടി അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 2013 തുടങ്ങി 46 ബ്രാഞ്ചുകളും ഔട്ട്ലെറ്റുകളും ഒക്കെയായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഇൻഡർസ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മൂവ്മെൻറ്റിൽ വലിയ ശ്രദ്ധേയമായ ഇടം നേടിയ സഹകരണ സംവിധാനമാണ് പ്രൈഡ് സൊസൈറ്റി എന്നുള്ളത്. ആ പ്രൈഡ് ക്രെഡിറ്റ് സൊസൈറ്റി ആധുനിക കാലത്തെ ബാങ്കിംഗ് സംവിധാനം നേരിടുന്ന വെല്ലുവിളികൾ മുഴുവൻ അതിജീവിച്ച് ഉത്തരവാദിത്വത്തോടുകൂടി അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സഹകരണ മേഖലയിൽ ഇന്ന് കാണുന്നതായ ദുഷ്ചെയ്തികളും പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്ന് സഹകാരികളുടെയും സമൂഹത്തിൻ്റെയും സൊസൈറ്റിയുടെയും സാമ്പത്തിക ഉന്നമനവും ദൃഢതയും ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കുന്നതിൽ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ പ്രയാണം വളരെ വിജയകരമായി മുന്നോട്ട് നീക്കാൻ ഈ പ്രൈഡ് സൊസൈറ്റിക്ക് സാധിക്കുന്നു എന്ന് ഇവിടെ നേരത്തെ സംസാരിച്ചതിൽ നിന്ന് തന്നെ മനസ്സിലാവുകയുണ്ടായി. ഞാനതിൻ്റെ ടീമിനെ, പ്രിയ സുഹൃത്ത് ശ്രീ ശൈലേഷ് ഉൾപ്പെടെയുള്ള ഈ ടീമിനെ മുഴുവൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയും. പ്രൈഡ് സൊസൈറ്റിയുടെ ഇന്നത്തെ ഈ ദിവസം മുണ്ടകൈ ചൂരൽമലയിലെ ദുരന്തത്തിന് വിധേയരായ ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസവും അവർക്ക് ജീവിക്കുന്നതിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ദിനമാണ് ഇന്ന് മാർച്ച് 8 കാരണം
7 മാസം പിന്നിടുമ്പോഴും ഒരു വീടിൻ്റെ തറക്കല്ല് പോലും നിർവഹിക്കാൻ സാധിക്കാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മുണ്ടകൈ ചൂരൽമല ദുരന്തബാധിതരായ ആളുകൾ. നാളെ അത് പരിഹരിക്കപ്പെടണം. അതിനുവേണ്ടി എല്ലാവരും, സർക്കാരും സന്നദ്ധ സംഘടനകളും പൊതുപ്രവർത്തകന്മാരും പ്രാദേശിക ഭരണകൂടങ്ങളും എല്ലാവരും യോജിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. പക്ഷെ ഇവിടെ കാലതാമസം വന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലെ ഒരു വേദനിക്കുന്ന അനുഭവമാണ്. ആ സന്ദർഭത്തിൽ വിവിധ സംഘടനകൾ അവരുടെ മെമ്പർമാരെ മുഴുവൻ സംരക്ഷിക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്തം, ധർമ്മം ഇവിടെ സ്വീകരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ലെൻസ് ഫെഡിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. സംഘടന പ്രൈഡ് സംസ്ഥാന സഹകരണ ബാങ്ക് അതിന്റെ കടം എഴുതി തള്ളാനുള്ള പ്രോസസ്സിലേക്ക് പോയിട്ടുണ്ട്. കടം ഇന്നല്ലെങ്കിൽ നാളെ നിർബന്ധമായി എഴുതി തള്ളേണ്ടതാണ്. തള്ളിയിരിക്കും, തള്ളാതെ പോകാൻ സമ്മതിക്കുകയില്ല. പക്ഷേ ഒരു ക്രെഡിറ്റ് സൊസൈറ്റി അവർ 2 പേരും മരണപ്പെട്ടപ്പോൾ, മരണം ജൂലൈ 30-ാം തീയതി പുലർച്ചെ 1.5 മണിക്കൂർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പ്രകൃതിയുടെ വലിയ സംഹാര താണ്ഡവം ഉണ്ടാവുന്നത്. 25 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വെച്ചുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഇനിയും 32 പേരുടെ ജീവിതം അവരെവിടെയാണെന്ന് പോലും അറിയില്ല. കഴിഞ്ഞ ദിവസം മാലിവേലിൽ ഒരു പരിപാടി നടന്ന് തിരിച്ചു വരുമ്പോഴാണ് ഒരമ്മ വന്ന് കൈപിടിച്ചുകൊണ്ട് പറയുന്നത് അവരുടെ മക്കളെ കാണാത്തതിൻ്റെ വിഷമം, പ്രയാസം. വടുവഞ്ചാലിലെ പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ പ്ലാസ്റ്റിക് സർജറിക്ക് പോകുന്നതായ മുബീന എന്ന് പറയുന്ന സ്ത്രീ അവരുടെ സ്കൂളിൽ പഠിക്കുന്ന 2 മക്കളെ ഓർത്തുകൊണ്ട് കൈപിടിച്ചു പൊട്ടിക്കരഞ്ഞത് ഉൾപ്പെടെയുള്ള വല്ലാത്ത വേദനകൾ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നോവായി കിടക്കുന്നുണ്ട്. ആ വലിയ ദുരന്തം നടന്നതിന് ശേഷം മനുഷ്യന്റെ വേദനകളെ എങ്ങനെയൊക്കെ പരിഹരിക്കാൻ സാധിക്കുമോ ആ പരിഹാര ശ്രമത്തിന് വലിയ തലത്തിൽ നമ്മളൊക്കെ നേതൃത്വം കൊടുക്കുക. അതുകൊണ്ടാണ് പ്രൈഡിനെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തി പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ ഈ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ദുരന്തബാധിതരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യാനുള്ള തീരുമാനമെടുത്തപ്പോൾ അന്നവിടെ ഇടപെട്ടുകൊണ്ട് ഒരു കാരണവശാലും അത് സാധ്യമല്ല, ഒരുമിച്ച് മരിച്ചവർ ഒരുമിച്ച് ഒരിടത്ത് അവരെ അവരുടെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരുമിച്ച് അന്തി ഉറങ്ങണം എന്ന് തീരുമാനിച്ചു. പുത്തുമലയിലെ പൊതു ശ്മശാനം തീരുമാനിക്കാൻ ഇടവന്നത് അങ്ങനെയാണ്. ആ പൊതു ശ്മശാനത്തിൽ എല്ലാ മതത്തിന്റെയും ആരാധനാ കർമ്മങ്ങൾ നമ്മളവിടെ നിർവഹിച്ചു. ആ പ്രയത്നം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നടത്താം. അവിടെയാണ് പ്രൈഡിന്റെ കാൽവെപ്പ്. ഇവിടെ മരിച്ചുപോയ 2 മെമ്പർമാരെ പ്രൈഡ് ചേർത്ത് നിർത്തി അവരുടെ 2 കുടുംബാംഗങ്ങൾക്ക് 1 ലക്ഷം രൂപ വെച്ച് അവർ നൽകുന്നു. 17 കുടുംബാംഗങ്ങൾ അവരുടെ വീട് പല രീതിയിൽ ഈ അപകടത്തെ തുടർന്ന് ക്ഷീണം വന്ന ആ വീടുകൾ അവർക്കൊരാശ്വാസ ധനമായി അവർക്ക് 10,000 രൂപ വെച്ചുകൊണ്ട് 17 കുടുംബങ്ങൾ കൊടുക്കും. ഞാൻ പറയുന്നു, ഈ 1,10,000 എന്നൊക്കെ പറഞ്ഞാൽ ജീവനോപാധി നഷ്ടപ്പെട്ട, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആ ദുരന്തബാധിതരെ സംബന്ധിച്ച് അവർക്ക് കോടികളുടെ മൂല്യമാണ് എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ഓരോ സ്ഥലത്തേക്ക് പറിച്ച് നടപ്പെട്ടവരാണ്. സ്വന്തം വീട് പോയി, ഉറ്റവരും ഉടയവരും വേണ്ടപ്പെട്ടവരും എല്ലാം പോയി, ജീവനോപാധി പോയി, അവരുടെ കാർഷിക വൃത്തി പോയി, അവരുടെ ബിസിനസ് സംവിധാനങ്ങൾ പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്ന ആ ആളുകൾ അവർ ഈ ജില്ലയുടെ ഓരോ ഭാഗത്തായി പറിച്ച് നടപ്പെട്ട് ഓരോ സ്ഥലത്ത് ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ഇന്നൊരു പക്ഷേ ഒരു സന്ദർഭത്തിൽ പല വീടുകളിലൂടെ പോയി എന്നല്ലാതെ എനിക്ക് പൂർണ്ണമായി പോകാൻ പറ്റിയിട്ടില്ല. അതൊരു കുറ്റസമ്മതത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും പോകാൻ പറ്റില്ല. പക്ഷേ സ്വന്തം ആളുകളെ ചേർത്ത് നിർത്താൻ പ്രൈഡ് എടുത്തതായിരിക്കുന്ന ഈ തീരുമാനം ആ 17 കുടുംബങ്ങളെ ജീവിക്കാൻ, ജീവിതത്തിൽ ഓരോ ചുവട് വെക്കാൻ
ആത്മവിശ്വാസത്തോടുകൂടി നടന്നു പോകാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളും കൂടെയുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് പ്രൈഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഇവിടെ നടത്തിയിരുന്ന പ്രഖ്യാപനം. അവരുടെ മക്കൾക്ക് പഠിക്കാൻ, അവർക്ക് അസുഖത്തിന് ചികിത്സിക്കാൻ, അവർക്ക് ആവശ്യത്തിനൊന്ന് പുറത്തേക്ക് പോകാൻ, അവർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ഇടങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാനുള്ളതായിരിക്കുന്ന ഒരു ചെറിയ മണിയാണ്, ക്യാഷാണ് ഇവിടെ നിന്ന് പ്രദാനം ചെയ്യുന്നത്. തീർച്ചയായും ഈ പ്രവർത്തനം ഏറ്റവും മൂല്യവത്തായ പ്രവർത്തനമാണ്. അതിനെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തി, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീ ശൈലേഷിനെയും സഹപ്രവർത്തകന്മാരെയും ഈ ടീമിനെ മുഴുവൻ മനസ്സ് നിറഞ്ഞ് ദുരന്ത ബാധിതർക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ആഗ്രഹിക്കുന്നു. ഞാൻ പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ഓരോ മെമ്പർമാരോടും അവരോടൊപ്പം ഉണ്ടാകും എന്ന വാഗ്ദാനമാണ് നമുക്കിന്ന് നൽകാനുള്ളത്. സൗമ്യ, സുനിൽ കുമാർ, ഇന്നലെ വരെ അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ അവർക്ക് മുന്നോട്ട് പ്രവർത്തിക്കാൻ ഇനിയും പ്രൈഡിന്റെ സഹായമോ സാന്നിധ്യമോ ആവശ്യമുണ്ടെങ്കിൽ ധൈര്യസമേതം പ്രൈഡിലെ മെമ്പർമാരുമായി ചേർന്ന് ഒരു ഏജൻസി എടുത്ത് പ്രവർത്തിക്കാനുള്ള അവസരം കൂടി അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം. സോഫിയയ്ക്ക് ശേഷം മനോജ് കുമാർ, ഷീജ, സരിത, മാടസ്വാമി, മനോജ് പി ടി, ഫാദറാണ് ഏറ്റവും പറഞ്ഞത്. ഹസ്ബൻഡ് ആയിഷ, രത്തിനി, കുഞ്ഞു മുഹമ്മദിന് വേണ്ടി കുടുംബം ഏറ്റുപറയുന്നു. രത്തിനി, ഗോവിന്ദിന് ശേഷം ദേവകി. ഈ 17 പേരുമാണ് ചൂരൽമലയിൽ വീട് നഷ്ടപ്പെട്ടവരായി നമ്മുടെ മെമ്പർമാരായിട്ടുള്ളത്.